ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ലെറ്റ് A is equal to 1⁻19 plus 2⁻19 plus etc. plus 100⁻19 all divided by 100. And B is equal to 1⁻19 plus 3⁻19 plus 5⁻19 plus etc. plus 99⁻19 all divided by 50. And C is equal to 2⁻19 plus 4⁻19 plus etc. plus 100⁻19 all divided by 50. Then which of the following is true? Options തന്നിട്ടുണ്ട്. ഓപ്ഷൻ A less than B less than C. ഓപ്ഷൻ B C less than B less than A. ഓപ്ഷൻ C less than A less than B. ഓപ്ഷൻ D none of these. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഓരോ സംഖ്യകൾക്കും പവർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പവർ ഇല്ലാതെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് A എന്ന് പറയുന്നത് 1⁻19 plus 2⁻19 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പവർ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറും? 1 plus 2 plus 3 plus etc. plus 100 all divided by 100 എന്ന് കിട്ടും അല്ലേ? പവർ ഒന്നും ഇല്ലാതെ കൺസിഡർ ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് മനസ്സിലാവുന്നത്? മുകളിലെ സംഖ്യകളൊക്കെ നോക്കുമ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സമ്മാണ്, തുകയാണ് മുകളിൽ തന്നിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? n × n+1 ഡിവൈഡഡ് ബൈ 2 ആണെന്ന് നമുക്കറിയാം. n × n+1 ഡിവൈഡഡ് ബൈ 2 ആണ് എന്ന് നമുക്ക് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക എന്നറിയാം. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 100 അല്ലേ? അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിൻ്റെ വില 100. അപ്പോൾ 100 × 100 + 1 101 ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി ഇവിടെ താഴെ ഒരു 100 കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ 101/2 എന്ന് കിട്ടും. 101/2 അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50.2 എന്നാണ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് B ശ്രദ്ധിക്കൂ. അവിടെ പവർ ഒന്നുമില്ലാതെ കൺസിഡർ ചെയ്യാണ്. പവർ ഒന്നുമില്ലാതെ എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറും? 1 + 3 + 5 + etc. + 99 ഓൾ ഡിവൈഡഡ് ബൈ 50 എന്നാവും. ഓക്കെ, ഈ ഒരു സംഖ്യ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 1 + 3 + 5 + etc. 99, അതായത് ആദ്യത്തെ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ തുകയാണ് മുകളിൽ കിടക്കുന്നത്. നമുക്കറിയാം ഓഡ് നമ്പേഴ്സിൻ്റെ, അതായത് n ഓഡ് നമ്പേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത് n² ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു n² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തുക എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇത് എന്ന് പറയുന്നത് ആദ്യത്തെ 50 ഓഡ് നമ്പേഴ്സിൻ്റെ തുകയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് ആദ്യത്തെ 50 ആയതുകൊണ്ട് 50² ഓൾ ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. അപ്പോൾ ഇതിലൊരു 50 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 50 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ നമ്മൾ C എന്ന് പറയുന്ന സംഖ്യ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ പവർ ഇതേപോലെ തന്നെ പവർ നമ്മൾ നോക്കുന്നില്ല. അതെന്ന് പറയുന്നത് എന്താണ്? 2 + 4 + etc. + 100 ഓൾ ഡിവൈഡഡ് ബൈ 50 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇത് ആദ്യത്തെ 50 ഈവൺ നമ്പേഴ്സിൻ്റെ തുകയാണ് മുകളിൽ കിടക്കുന്നത്. അത് നമുക്കറിയാലോ. ആദ്യത്തെ 50 ഈവൺ നമ്പേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത് n × n+1 ആണെന്നറിയാം. അപ്പോൾ എന്നിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 50 × 51 ഡിവൈഡഡ് ബൈ 2. താഴെ 50. അപ്പോൾ ഈ 50ഉം 50ഉം ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ 51 എന്ന് കിട്ടും. ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് 50.2 കിട്ടി. അതായത് എയിൽ പവർ ഇല്ലാതെ കൺസിഡർ ചെയ്തപ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് 50.2 എന്ന് കിട്ടി. സെക്കൻഡ് നമ്മൾ ചെയ്തപ്പോൾ 50 കിട്ടി. തേർഡ് നമ്മൾ ചെയ്തപ്പോൾ 51 കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ ഓർഡർ ഒന്ന് നമ്മൾ നോക്കുവാണ്. ഇതിൽ ഏറ്റവും വലുത് എത്രയാണ്? 51 ആണ്. അതായത് C ആണ് ഏറ്റവും വലുത്. ഓക്കെ, പവർ ഇല്ലാതെ കൺസിഡർ ചെയ്തപ്പോൾ സെക്കൻഡ് വരുന്നത് 50.2 ആണ്. അപ്പോൾ C > B > A എന്ന് കിട്ടും.
ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യുകയാണ്? എയും ബിയും സിയും ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ഓരോ സംഖ്യയ്ക്ക് നേരെയും പവർ 19 ആണ് വന്നിരിക്കുന്നത് അല്ലേ? എല്ലാത്തിനും 19 ആണ് വന്നിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ എല്ലാ എക്സ്പ്രഷനിലും 19 19 19 എന്ന പവർ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതേ ഓർഡർ തന്നെയായിരിക്കും ഈ ഓരോ സംഖ്യകളിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതായത് 1ൻ്റെ പവർ 19, 2ൻ്റെ പവർ 19 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയത് സി ആയിരിക്കും, സെക്കൻഡ് ബി ആയിരിക്കും, തേർഡ് എ ആയിരിക്കും. സി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എ എന്നായിരിക്കും. അതായത് ഇതെന്താണ് മീൻ ചെയ്യുന്നത്? നേരെ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എക്സാമിന് മുൻപ് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്